നമ്മുടെ നാട്ടിൽ വളരെ വിവാദമായതാണ് ഈ ഭക്ഷണത്തിൽ ഊതുന്നത് അല്ലെങ്കിൽ തുപ്പുന്നത് പോലെയുള്ള പ്രക്രിയകൾ. ഇത് പ്രധാനമായും ഇങ്ങനെ ചെയ്യുന്നത് ഒരു മതവിഭാഗത്തിൻ്റെ ഒരു വലിയ ആചാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയുള്ള വലിയ വിഷയങ്ങൾ നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ മുൻ BJP സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള K. സുരേന്ദ്രൻ ഭക്ഷണത്തിൽ തുപ്പുന്ന ഒരു ഉസ്താദിൻ്റെ വീഡിയോ പുറത്തുവിട്ടപ്പോൾ വലിയ കോളിളക്കമാണ് അത് സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. അതിനുശേഷം ആ പ്രക്രിയയ്ക്ക് പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഇവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇത് തുപ്പുകയല്ല, ഇത് ഊതുകയാണ്, ഇത് ഞങ്ങളുടെ മതാചാരമാണ് എന്നൊക്കെയുള്ള വലിയ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നിരുന്നു. ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരു പൂജാരി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള CPMകാരുടെ വികാരം പെട്ടെന്ന് വ്രണപ്പെടും. എന്നാൽ ഇത് തങ്ങളുടെ വലിയൊരു വോട്ട് ബാങ്ക് ആയതുകൊണ്ട് അത് സാരമില്ല, അത് അവരുടെ ആചാരമാണ് എന്നുള്ള രീതിയിൽ ഇവർ അതിനെ ലഘൂകരിക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഉത്തർപ്രദേശിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഉത്തർപ്രദേശിൽ തൂക്ക് ജിഹാദ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ലക്നൌവിൽ നിന്ന് ഇപ്പോൾ ഒരു ദൃശ്യം പുറത്തു വന്നിരിക്കുകയാണ്. ലക്നൌവിലെ MD ഷരീഫ് എന്ന് പറയുന്ന ഒരു മിൽക്ക് മാൻ അഥവാ ഒരു പാൽ കച്ചവടക്കാരൻ CCTVയിൽ അയാളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം മിൽക്ക്, അതായത് പാലിൽ സ്പിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തുപ്പുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു ഹിന്ദു പണ്ഡിറ്റായിട്ടുള്ള ഒരു വ്യക്തിയുടെ വീട്ടിൽ ചെന്നപ്പോഴാണ്, ആ CCTVയിലാണ് അവരുടെ വീട്ടിലേക്ക് ഡെലിവർ ചെയ്യേണ്ട മിൽക്കിൽ ഗോമതി നഗറിൽ വെച്ച് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. റിലീജിയസ് വർഷിപ്പിനായി ഈ പാൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഉണ്ട് എന്നാണ് മാധ്യമങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും ദാറ്റ് മിൽക്ക് വാസ് യൂസ്ഡ് ഫോർ റിലീജിയസ് വർഷിപ്പ് ഡ്യൂറിങ് കാൻവാർ യാത്ര. അതായത് ഈ കാൻവാർ യാത്രയ്ക്ക് അടക്കമുള്ള മതപരമായിട്ടുള്ള ആചാരങ്ങളിൽ ഈ പാല്, പ്രത്യേകിച്ചും ഹിന്ദുക്കൾക്ക് പാലെന്ന് പറയുന്നത് വിഗ്രഹത്തിലേക്ക് അഭിഷേകം ചെയ്യുന്ന ഒരു സാധനമാണ്, ഉപയോഗിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സ്ട്രിക്റ്റ് ആയിട്ടുള്ള പണിഷ്മെൻറ്റ് ഇയാൾക്കെതിരെ സ്വീകരിക്കും. ഇതുപോലെ ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ നിലപാട്. അതിൻ്റെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.